ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ജനിച്ച് വളർന്ന ആ വീടും അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ അവിടേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? വരും. നമ്മൾ അങ്ങോട്ടേക്കാണ് പോണേ. ആ ആർച്ചായിട്ട് കാണുന്നതിൻ്റെ അപ്പുറത്തായിട്ട് ജംഗ്ഷനാണ്, പോർബന്ദർ ജംഗ്ഷനാണ്. അവിടെ മഹാത്മാജിയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് കാണാം. ആദ്യം നമുക്ക് അദ്ദേഹം ജനിച്ച് വളർന്ന വീട്ടിലോട്ട് നമുക്കൊന്ന് കയറാം. ഈ കാണുന്നതാണ്, നമ്മൾ ഈ സൈഡ് കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് നമുക്ക് നടന്ന് പോകാം. വളരെ നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള കെട്ടിടങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ നല്ല തിരക്കാണ്, എപ്പോഴും തിരക്കാണ്. നമ്മൾ ഇപ്പോൾ വന്നു, എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ എടുത്തതേ ഉള്ളൂ. വലുതായിട്ടുള്ള തയ്യാറെടുപ്പൊന്നും എനിക്കില്ലായിരുന്നു. ഞാനൊരു മൊബൈലിൽ ഒന്ന് എടുത്തത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ആ വീടൊക്കെ ഒന്ന് കാണാം. മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളും അദ്ദേഹം കിടന്ന ആ റൂമും അതൊക്കെ നമുക്കൊന്ന് ചുറ്റി കാണാം. ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ ഗേറ്റുണ്ട്. അത് സെക്യൂരിറ്റി നിൽപ്പുണ്ട്. ഇതിനകത്താണ് നമുക്ക് കയറേണ്ടത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ കവാടം. ഈ കാണുന്നത് ഇതിനകത്തൂടെയാണ് നമുക്ക് അകത്ത് പ്രവേശിക്കേണ്ടത്. ഇതാണ് മഹാത്മാജിയുടെ ജനിച്ച് വളർന്ന വീട്ടിൻ്റെ മെയിൻ ഗേറ്റ്. വലിയ ഗേറ്റാണ്, അതിനകത്ത് ചെറിയൊരു ഗേറ്റുണ്ട്. അത് മാത്രം ഓപ്പണിംഗ് ആണ്. അതിനകത്തൂടെയാണ് നമുക്ക് കയറേണ്ടത്. ഇപ്പം നമുക്ക് അകത്തോട്ട് കയറാം. കണ്ടല്ലോ, എന്ത് വിശാലമായ ആ മുറ്റവും എല്ലാം മാർബിൾ പതിച്ച സ്ഥലമാണ്. ശരിക്കും വിശാലമായ ഒരിതാണ്. മുകളിലും ഇതുപോലെ ചെറിയ ചെറിയ റൂമുകളാണ് അതിനകത്ത്. നമ്മൾ അകത്തോട്ട് കയറുമ്പം തന്നെ ഗാന്ധിജിയുടെയും കസ്തൂർബാജിയുടെയും എല്ലാം ഫോട്ടോ വച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്നൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അകത്ത് കയറുമ്പോൾ ഒരു ചെറിയ റൂമാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും പിന്നെ ബുക്സും ഒക്കെ, ഷെൽഫുകളിൽ ബുക്കും ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക് പോകുമ്പം കിടക്കാൻ വേണ്ടിയിട്ട് പലകയിലുള്ള ഒരു തട്ട് വെച്ചിട്ടുണ്ട്. മുകളിലും കിടക്കാം, താഴെയും കിടക്കാം, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു തട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന റൂമുകളാണ്. ഇതെല്ലാം ഒന്ന് ഓടിച്ച് കണ്ടു. മുകളിലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓടിച്ച് നമുക്ക് കണ്ടിട്ട് മടങ്ങാം.
घरी असतात माझ्याने घडवा मी दादाजी काय आम्ही ഇതാണ് നമ്മൾ അടുത്ത റൂമിലോട്ട് കയറുമ്പോഴാണ് ഈ തട്ട് കൊണ്ട് കണ്ടില്ലേ ചെറിയ ജന്നലുകളും തട്ട് ഇങ്ങനെ പലകയിലുള്ള തട്ടുകളുണ്ട്. ആ തട്ടിൻ്റെ മുകളിലാണ് കിടക്കാനുള്ളൊക്കെ ഉള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം നല്ല പെയിൻറ്റ് ചെയ്ത് മ്യൂസിയം പോലെ ഒന്ന് ഈ വിസിറ്റ് അതായത് ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല തിരക്കുണ്ട്, ആൾക്കാരൊക്കെ നല്ല തിരക്കാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇതിനു മുമ്പേ കുജേലൻ്റെയും 1-2 വീഡിയോസൊക്കെ ഞാൻ ഇട്ടു, അത് ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ കാണണം. നിങ്ങൾക്ക് ശരിക്കും ഇത് ഉപകാരപ്പെടും. അത് ഒരുപാട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാം. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്കും അത് പറഞ്ഞു കൊടുക്കാനും കൂടി പറ്റിയൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഇത് കാണണം. ഇനി നമുക്ക് തുടർന്ന് അങ്ങോട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഇത് കാണുക.
അപ്പോൾ എല്ലാം കണ്ടു നമ്മൾ തിരിച്ചിറങ്ങുകയാണ് പുറത്ത്. ഇനി ഇതിൻ്റെ ഈ ജംഗ്ഷനിലാണ്. അപ്പോൾ മഹാത്മാജിയുടെ സ്റ്റാച്ചു ഉണ്ട്, നമുക്ക് അതും കൂടി കണ്ട് നമുക്ക് മടങ്ങാം. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി ആ ജംഗ്ഷനിലോട്ടൊന്ന് പോകാം. പോകുമ്പോൾ അവിടെ മഹാത്മാജിയുടെ ഒരു നല്ലൊരു സ്റ്റാച്ചു ഉണ്ട്, അതും കണ്ട് നമുക്ക് മടങ്ങാം. അപ്പോൾ ശരി, ഓക്കെ, അതും കൂടി കണ്ട് വരിക. അപ്പം ഇതാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ. പോർബന്ദർ ആ ജംഗ്ഷനിൽ തന്നെ സെൻറ്റർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു സ്ഥാപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ മാർക്കറ്റും കടകളും എല്ലാം കൊണ്ട് നല്ല തിരക്കേറിയ ഒരു സ്ഥലമാണ്. അപ്പം എല്ലാവരും ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശരി, ഓക്കെ, ബാക്കിയും കൂടി കണ്ട് നമുക്ക് പോകാം.